നിരതെറ്റിയ പല്ലുകൾ, മുന്തിയ പല്ലുകൾ, പല്ലുകളുടെ ഇടയിൽ വിടവ്, ഗ്യാപ്പ്, ഇതിനൊക്കെ ഉള്ളൊരു നല്ല ബെസ്റ്റ് സൊല്യൂഷനാണ് ക്ലിയർ അലൈനേഴ്സ്. സോ ഇന്നത്തെ വീഡിയോ ക്ലിയർ അലൈനേഴ്സിനെ പറ്റിയാണ്. ഞാൻ ഡോക്ടർ ഹരീഷ്. എന്താണ് ക്ലിയർ അലൈനേഴ്സ്? ഈ പല്ലില് മറ്റേ ബ്രാക്കറ്റ്സ് മുത്തൊട്ടിച്ച് കമ്പിയിട്ട് കറക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആണ് ക്ലിയർ അലൈനേഴ്സ്. ക്ലിയർ അലൈനേഴ്സ് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ട്രേ ആണ്. മുകളിലെ പല്ലുകളിലും താഴത്തെ പല്ലുകളിലും ഇടാവുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ട്രേ. ഈ ട്രേയിൽ കൊടുക്കുന്ന ഫോഴ്സ് കൊണ്ടാണ് പല്ലുകൾ മൂവ് ചെയ്യുന്നതും ഗ്യാപ്പ് അടയുന്നതും ഒക്കെ. ഒരു ട്രേ മതിയാവില്ല, മൾട്ടിപ്പിൾ ട്രേസ് വേണ്ടി വരും ഒരു ട്രീറ്റ്മെന്റ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. സോ കമ്പി ഇടുന്നതിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് മാത്രമാണ് ക്ലിയർ അലൈനേഴ്സ്. ക്ലിയർ അലൈനറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ പേഷ്യൻസ് ചോദിക്കാറുണ്ട്. സോ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. ആദ്യത്തെയും പ്രധാനപ്പെട്ട സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായപരിധിയാണ്. എനിക്ക് വയസ്സായി, എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ ബോണും പല്ലുകൾക്കും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ക്ലിയർ അലൈനർ ചെയ്യാൻ പറ്റും. ഒരുപാട് കേസസ് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. 40s-ലും 50s-ലും ഉള്ള പേഷ്യൻസ് ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, ഹാൻഡിൽ ചെയ്യണമുണ്ട്, ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർ. മിക്ക പേഷ്യൻസിനും അറിയേണ്ടത് വിദേശത്തുള്ളവർ, അവരൊക്കെ പെട്ടെന്ന് പോകുമ്പോൾ ഇത് കഴിയുമോ തീരുമോ എന്നുള്ളതായിരുന്നു പ്രശ്നം. ഈ ഇൻഹൗസ് പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ശരിക്കും ആ ദിവസം തന്നെ നമുക്ക് അലൈനർ ഡെലിവറി ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ അടുത്ത ദിവസം, അതിൽ കൂടുതലൊന്നും നമുക്ക് ഇപ്പോൾ വൈകേണ്ട കാര്യമില്ല. പല്ലിൽ കമ്പി ഇടുന്നതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അലൈനേഴ്സിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളതാണ് അടുത്ത സംശയം. കമ്പി ഇടുന്നതും അലൈനറും തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് ആണ്. പ്രധാനമായിട്ട് നമ്മളിതിൽ മാസം വന്ന് ആ കമ്പി ഇടുമ്പോൾ വന്ന് ടൈറ്റ് ചെയ്യലും മൊഡ്യൂൾസ് അല്ലെങ്കിൽ ആ ബാൻഡ്സ്, റബ്ബർ ബാൻഡ്സ് മാറ്റല്, വയർ ചേഞ്ചിങ് ഒന്നും ഇവിടെ വരുന്നില്ല. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കമ്പി ഇടുന്നതിനെക്കാട്ടിലും വളരെ കുറവായിരിക്കും മിക്ക കേസസിലും ഇതിന്റെ ട്രീറ്റ്മെന്റ് ടൈം. ആദ്യം തന്നെ നമുക്ക് ഇത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഈസി ആയിട്ട് കാണാനുള്ളൊരു മെത്തേഡ് അലൈനേഴ്സിലുണ്ട്. പിന്നെ കമ്പി ഇടുമ്പോൾ കമ്പി കൊണ്ട് മുറിയുന്നു, വയറ് പൊട്ടുന്നു, മുത്തൊട്ടിച്ചത് പൊട്ടുന്നു, കഴിക്കാൻ ബുദ്ധിമുട്ട്, ആ വക പ്രശ്നങ്ങളൊന്നും അലൈനറിൽ വരുന്നില്ല. അലൈനർ ഇടുന്ന ആൾക്കാർ അലൈനർ ഊരി വെച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ അലൈനർ എടുത്ത് ഇടുകയും ചെയ്യാം. പിന്നെ കമ്പി ഇടാൻ വരുമ്പോൾ ആൾക്കാരുടെ പ്രധാന പ്രശ്നം പല്ലെടുക്കുമോ എന്നാണ്. യൂഷ്വലി 4 പല്ലുകൾ എടുത്തിട്ടാണ് കമ്പി ഇടുക, പൊങ്ങിയ പല്ലുകൾ എടുത്ത് കമ്പി ഇടുക എന്നുള്ളതാണല്ലോ ഒരു സമ്പ്രദായം. അപ്പൊ അലൈനേഴ്സിൽ മിക്ക കേസസിലും നമുക്ക് വിത്തൗട്ട് എക്സ്ട്രാക്ഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് മിക്ക കേസസിലും. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. മറ്റേ കൺവെൻഷണൽ ഓർത്തഡോണ്ടിക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അത്. സോ അലൈനേഴ്സ് യൂസ് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാവുമോ, വേദനിക്കുമോ എന്നുള്ളതാണ് അടുത്തൊരു സംശയം. ഒട്ടും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല അലൈനർ. ഈ അലൈനേഴ്സ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ അലൈനേഴ്സ് ഉണ്ട്. ഒരു അലൈനർ യൂഷ്വലി ഒരു 10 to 14 days ആണ് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് അടുത്ത അലൈനർ സെറ്റ് നമ്മൾ തന്നെ എടുത്ത് പ്ലേസ് ചെയ്യണം. ചേഞ്ച് ചെയ്യുന്ന സമയത്ത് 1-2 ദിവസം ചെറിയൊരു ടൈറ്റ്നെസ് ഉണ്ടാവും എന്നല്ലാണ്ട് ഇത് ഒരു പെയിൻഫുൾ പ്രൊസീജിയറേ അല്ല. പിന്നെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അഫോർഡബിലിറ്റി ആണ്. അലൈനേഴ്സ് ഭയങ്കര കോസ്റ്റ്ലി അല്ലേ ഡോക്ടർ, ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾ ക്ലിപ്പ് ഇട്ടോളാം എന്നാണ് പറയാറ് മിക്ക പേഷ്യൻസും. അപ്പൊ ക്ലിപ്പ് ഇടുമ്പോൾ സാധാരണ മിക്ക ക്ലിനിക്കുകളിലും ചെയ്യാറ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു 25,000-20,000 ആണെങ്കിൽ ഇനീഷ്യലി ഒരു പേയ്മെന്റ് അടപ്പിച്ചിട്ട് ബാക്കി മന്ത്ലി അവർ ടൈറ്റ് ചെയ്യാൻ വരുമ്പോൾ അതിന്റെ ചാർജസ് വാങ്ങിക്കുകയാണ് യൂഷ്വലി ചെയ്യാറ്. അപ്പൊ അലൈനേഴ്സും നമുക്ക് ഇപ്പൊ 2 സെറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ട് പോകാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. സോ അഫോർഡബിലിറ്റി നോക്കുമ്പോൾ പണ്ട് ലക്ഷങ്ങളൊക്കെ വരുന്ന ട്രീറ്റ്മെന്റ് ചാർജസ് ഇപ്പൊ വളരെയധികം കുറവാണ്. സാധാരണക്കാർക്ക് അഫോർഡബിൾ ആവുന്ന റേഞ്ചിലേക്ക് അലൈനേഴ്സ് വന്നു കഴിഞ്ഞു. പിന്നെ ഈ മന്ത്ലി കൊടുക്കുന്ന മെത്തേഡ്സ് ഒക്കെ മിക്ക ക്ലിനിക്സിലും ഇപ്പൊ അവൈലബിൾ ആണ്. സോ ആൾക്കാർക്ക് ഒരു ഡൗട്ട് എപ്പോഴും പറയാറുണ്ട്, ഈ ഒരു പ്ലാസ്റ്റിക് ട്രേ എടുത്ത് വായിലിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡോക്ടർ ഈ പല്ലുകൾ ചേരുക, അല്ലെങ്കിൽ ഉന്തിയ പല്ല് എങ്ങനെയാണ് വരിക എന്നുള്ളത്. സോ ഇത് പ്യുവർലി ഒരു ഡിജിറ്റൽ ടെക്നോളജിയാണ്. അതിന്റെ ഞങ്ങളുടെ ഒരു ഇൻഹൗസ് അലൈനേഴ്സിന്റെ വർക്ക് ഫ്ലോ നിങ്ങൾക്ക് കാണാം. പിന്നെ റിസൾട്ട്സിനെ പറ്റി നിങ്ങൾ ബോദർ ചെയ്യേണ്ട. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരുന്ന ആ ട്രാൻസിഷൻ, ബിഫോർ ആഫ്റ്റർ ട്രാൻസിഷനിൽ വരുന്ന റിസൾട്ട്സ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കിട്ടുന്ന ഉറപ്പിച്ച് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം.